അവരുടെ സ്റ്റോറേജ് എന്ന് പറയുന്നത്. രണ്ടാം സ്ഥാനത്ത് വരുന്നത് 480 മില്യൺ ബാരൽസ് സ്റ്റോറേജ് ഉള്ള ജപ്പാനാണ്. ജപ്പാൻ്റെ കണക്ക് നോക്കൂ, ജപ്പാനാണ് പിന്നെ ലോകരാജ്യങ്ങളിൽ പിന്നീട് വരുന്ന രാജ്യം. US-ൻ്റെ കണക്ക് നോക്കൂ, അമേരിക്കയുടെ സ്റ്റോറേജ് 400 മില്യൺ ബാരലാണ് അമേരിക്കയുടെ സ്റ്റോറേജ് എന്നതാണ് അവസ്ഥ. സൗത്ത് കൊറിയ 200 ഇന്ത്യയുടെ കണക്കിലേക്ക് വരുമ്പോൾ 39 മില്യൺ ബാരൽസ് ആണ് നമ്മുടെ സ്റ്റോറേജ് എന്നതാണ്. ഇതാണ് കേന്ദ്ര സർക്കാർ നൽകുന്ന അവരുടെ ഒരു കോൺഫിഡൻസ് അതായിരുന്നു. കാരണം നമുക്ക് പ്രതിസന്ധിയൊന്നും അത്ര പെട്ടെന്ന് ബാധിക്കില്ല, കാരണം നമുക്കൊരു സ്റ്റോറേജ് നമ്മുടെ കൈവശമുണ്ട്. പക്ഷേ ഉള്ള ഒരു പ്രതിസന്ധി, ഈ പെട്രോളിയം നമുക്ക് രാജ്യത്തേക്ക് LPG വരുന്നത് 2 രീതിയിലാണ്. LPG രൂപപ്പെടുന്നത് 2 രീതിയാണ്. ഒന്ന് നാച്ചുറൽ ഗ്യാസ് നേരിട്ടെടുക്കുന്നു, അത് ഖനനത്തിലൂടെ നേരിട്ട് എടുക്കുന്നു. മറ്റൊന്ന് പെട്രോളിയത്തിൽ നിന്നും വേർതിരിച്ചെടുക്കുന്നു. അങ്ങനെ 2 രീതികളാണ്. അപ്പോൾ ഈ പെട്രോളിയത്തിൽ നിന്നും വേർതിരിച്ചെടുക്കുന്നത് സ്വാഭാവികമായും റിഫൈനറികൾ വഴിയാണ്. റിഫൈനറികളിൽ നിന്നും പെട്രോളിയത്തിൻ്റെ ഒരു പ്രോഡക്റ്റ് മാത്രമാണ് LPG എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ റിഫൈനറികളോട് പൊതുവിൽ LPG-യുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനുള്ള നിർദ്ദേശം കേന്ദ്ര സർക്കാർ നേരത്തെ തന്നെ കൊടുത്തിരുന്നു. അതുകൊണ്ടാണ് ഈ സ്റ്റോറേജ് മുന്നിൽ നിർത്തിക്കൊണ്ട് നമുക്കൊരു കോൺഫിഡൻസ് കേന്ദ്ര സർക്കാർ നേരത്തെ തന്നെ അവർ പങ്കുവെച്ചതിൻ്റെ കാര്യവും. ഇനി നമ്മൾ നോക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, അതായത് നമ്മൾ ഈ പശ്ചിമേഷ്യൻ സംഘർഷം സംസാരിച്ചപ്പോൾ തുടക്കം മുതൽ പങ്കുവെക്കുന്ന ഒരു കാര്യമാണ്. പശ്ചിമേഷ്യൻ സംഘർഷം ആ യുദ്ധത്തിൽ നേരിട്ട് ഇടപെടുന്ന രാജ്യങ്ങൾക്കപ്പുറം ഇതിൻ്റെ പരോക്ഷമായി മറ്റു രാജ്യങ്ങളെ ആയിരിക്കും ഏറ്റവും ഗുരുതരമായി ബാധിക്കുക എന്നത്. അതിനൊരു കാരണമുണ്ട്. എന്താണ്? ഈ യുദ്ധം നടക്കുമ്പോൾ നമ്മുടെ കപ്പൽ പാതകളിലൂടെയുള്ള സഞ്ചാരം പലപ്പോഴും തടസ്സപ്പെടുകയാണ്. അതായത് തന്ത്രപ്രധാനമായ കപ്പൽ റൂട്ടുകൾ നമുക്കുണ്ട്. ആ റൂട്ടുകൾ വഴിയുള്ള ഗതാഗതം, വ്യാപാരങ്ങൾ നടന്നാൽ മാത്രമേ ലോകരാജ്യങ്ങൾ അവരുടെ ദൈനംദിനം മുന്നോട്ട് പോകാൻ ഇടയുണ്ടാക്കുകയുള്ളൂ. അപ്പോൾ ഈ തന്ത്രപ്രധാനമായ പാതകളിൽ ലോകത്തെ പ്രധാനപ്പെട്ട ചില എണ്ണപ്പാതകൾ എന്ന് വിളിക്കുന്ന ഓയിൽ റൂട്ട്സും. എന്തൊക്കെയാണ് ഈ പ്രധാനപ്പെട്ട ഓയിൽ റൂട്ട്സ്? നമുക്കൊന്ന് പരിശോധിക്കാം. അതിലേക്ക് വരുമ്പോൾ ഇപ്പോൾ നമ്മൾ പരാമർശിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇടം ഹോർമിസ് കടലിടുക്കാണ്. ഹോർമിസ് കടലിടുക്ക് നമുക്കറിയാം, ഈ പേർഷ്യൻ മേഖലകളിൽ നിന്നും, ഈ ഗൾഫ് മേഖലകളിൽ നിന്നും നമ്മുടെ ഓപ്പൺ സീയിലേക്ക് കടന്നു വരുന്ന തന്ത്രപ്രധാനമായ ഒരു ഇടമാണ്. അതുണ്ടാക്കുന്ന പ്രാധാന്യം അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചർച്ച